എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് ഹനുമാൻ ആരാധന മൂലം നവഗ്രഹ ദോഷങ്ങൾ മാറും എന്ന് പറയുന്നത്? ഇതിന് പിന്നിലൊരു കഥയുണ്ട്. മഹിരാവണൻ്റെ മരണം രാവണൻ്റെ ഹൃദയത്തിൽ ഭയം നിറച്ചിരുന്നു. അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലെ ജ്യോതിഷികളെ വരുത്തി തൻ്റെ ജാതകം, ഗ്രഹങ്ങളുടെ സ്ഥിതി എങ്ങനെ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഗ്രഹങ്ങളൊന്നും തന്നെ തനിക്ക് അനുകൂലമല്ല എന്ന് കണ്ട് ആ ജ്യോതിഷത്തെ നിയന്ത്രിക്കുവാൻ വേണ്ടിയിട്ട് തൻ്റെ രഥത്തിൽ കയറി ആകാശത്തേക്ക് പറന്നുയർന്നു. 9 ഗ്രഹങ്ങളെയും പിടികൂടി ചങ്ങലകളാൽ ബന്ധിപ്പിച്ച് തൻ്റെ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് അദ്ദേഹം ആചാരങ്ങളുടെ ഒരു പരമ്പര തന്നെ ആരംഭിച്ചു. ഇത് വിജയിക്കാൻ ഗ്രഹങ്ങളെ തനിക്ക് അനുകൂലമാക്കി നിർത്തുവാനും തൻ്റെ അനുകൂലമായ ജാതകാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് അവയെ പുനഃസ്ഥാപിക്കുവാനും അവയെ നിർബന്ധിതരാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ ഹനുമാൻ തൻ്റെ വാനരസേനയും കൂട്ടി രാവണൻ്റെ യാഗശാലയിലേക്ക് പോകുന്നു. നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ച് അഗ്നിബലിപീഠത്തിനരികിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന അഗാധ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ശ്രദ്ധ മാറ്റുവാനായി ഹനുമാനും സംഘവും ഉച്ചത്തിൽ ബഹളമുണ്ടാക്കി അവിടെ യുദ്ധവിളി മുഴക്കുന്നു. അവർ ആ പവിത്രമായ അഗ്നി കെടുത്തി. ആചാരപരമായ പാത്രങ്ങൾ ചവിട്ടിത്തെറിപ്പിച്ചു. തറയിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങൾ മായിച്ചു, അതായത് മാന്ത്രിക കളങ്ങൾ. നിർഭാഗ്യവശാൽ ഇതൊന്നും തന്നെ രാവണനെ ബാധിച്ചില്ല. അദ്ദേഹം ധ്യാനത്തിൽ നിന്ന് ഉണർന്നുമില്ല. വിശുദ്ധ മന്ത്രങ്ങൾ ജപിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. എന്ത് വില കൊടുത്തും രാവണനെ തടയേണ്ടി വരും എന്ന് വിചാരിച്ച് ശ്രീ ഹനുമാൻ വളരെ നികൃഷ്ടമായ ഒരു പദ്ധതി തന്നെ ആവിഷ്കരിക്കുന്നു. സ്ത്രീകളുടെ അറകളിൽ പ്രവേശിച്ച് അവരെ ഭയപ്പെടുത്തുക. അവർ ഭയം കൊണ്ട് നിലവിളിക്കുമ്പോൾ രാവണൻ അവരെ രക്ഷിക്കുവാൻ വരും. ഹനുമാനും കൂട്ടരും രാവണൻ്റെ കൊട്ടാരത്തിൽ കയറി രാജ്ഞിമാരെയും മറ്റു വനിതകളെയും ആക്രമിക്കുവാൻ തുടങ്ങി. അവരുടെ മുടികൾ വലിച്ചു പറിച്ചു, അവരുടെ വസ്ത്രങ്ങളിൽ പിടിച്ചു വലിച്ചു, അവരുടെ മുഖങ്ങൾ മാന്തുവാൻ കൈയും നീട്ടിച്ചെന്നും. പക്ഷേ ഈ ബഹളങ്ങളൊന്നും കേട്ട് രാവണൻ തൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ഇളകിയില്ല. വേറെ ഒരു മാർഗവുമില്ലാതെ ഹനുമാനും കൂട്ടരും മണ്ഡോദരിയെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മണ്ഡോദരിയുടെ അറയിൽ പ്രവേശിക്കുന്നു. മണ്ഡോദരിയെ കണ്ടയുടനെ അവൻ പല്ലുകളൊടിച്ചു, നെഞ്ചിൽ തല്ലി ഭയങ്കരമായി മുറുമുറുക്കാൻ തുടങ്ങി. ഭയചകിതയായ മണ്ഡോദരി വിലപിച്ചു, ഹായ്, എന്തൊരു കഷ്ടം! എൻ്റെ ഭർത്താവ് ധ്യാനിച്ചിരിക്കുന്നു. ഈ കുരങ്ങുകൾ എൻ്റെ പവിത്രതയെ ഭീഷണിപ്പെടുത്തുന്നു. അവളുടെ വാക്കുകൾ കേട്ട് ലജ്ജിച്ച് രാവണൻ കണ്ണു തുറന്നു. അവളുടെ പ്രതിരോധത്തിനായി കുതിച്ചു. അങ്ങനെ വിജയകരമായി രാവണനെ അവിടെ നിന്നും വ്യതിചലിപ്പിച്ച് ഹനുമാൻ യാഗശാലയിലേക്ക് ഓടുന്നു. അവിടെ തടവിലായിരുന്ന 9 ഗ്രഹങ്ങളെയും മോചിപ്പിച്ചു. വിധിയെ അട്ടിമറിക്കാനുള്ള രാവണൻ്റെ തെറ്റായ ശ്രമങ്ങൾ വിജയകരമായി അവസാനിപ്പിച്ചതിൽ ഹനുമാന് നവഗ്രഹങ്ങളുടെ നിത്യമായ കൃതജ്ഞത ഉണ്ടായി. അന്നു മുതലാണ് നവഗ്രഹങ്ങളുടെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുവാൻ ഹനുമാൻ പൂജ മതി, അല്ലെങ്കിൽ ഹനുമാൻ ആരാധന മതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കഥ ശനിദേവനെയും ഹനുമാനെയും സംബന്ധിച്ചുള്ളതാണ്. അത് ഇങ്ങനെയാണ്. ഏത് വ്യക്തിയുടെ ജീവിതത്തിലും ശനിദേവൻ 7.5 വർഷക്കാലത്തേക്ക് ഒരു സന്ദർശനം നടത്താറുണ്ട്. ശ്രീരാമനും സൈന്യവും ലങ്കയിലേക്ക് കടക്കുവാൻ സേതുബന്ധനം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഹനുമാൻ. ആ സമയത്താണ് ശനിദേവൻ ഹനുമാനെ സന്ദർശിക്കുന്നത്. എന്നാൽ ഹനുമാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു, താൻ ഒരു വിജയകരമായ ദൗത്യത്തിന് ശ്രീരാമനെ സഹായിക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ദയവായി അങ്ങയുടെ സന്ദർശനം മാറ്റിവെക്കണം. എന്നാൽ ശനിദേവൻ ഉറച്ചു നിന്നു. പ്രകൃതിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഹനുമാന് തലകുനിക്കേണ്ടി വന്നു. തൻ്റെ കൈകൾ ശ്രീരാമനെ സേവിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ശനിദേവന് കൈകളിൽ വസിക്കുവാൻ സാധ്യമല്ല. കാലുകൾക്കാണെങ്കിൽ ഭാരം താങ്ങുവാനും സാധ്യമല്ല. അതുകൊണ്ട് ദയവായി അങ്ങ് തലയിൽ വസിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ശനി സന്തോഷത്തോടെ ഹനുമാന്റെ തലയിൽ വസിക്കുകയും ശക്തനായ ശ്രീ ഹനുമാൻ തൻ്റെ ജോലി തുടരുകയും ചെയ്തു. ഭാരമുള്ള പാറകളും കല്ലുകളും അവൻ്റെ തലയിൽ സാധാരണ രീതിയിൽ കൂട്ടിയിട്ട് നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം കൂമ്പാരമായ ഈ പാറകളുടെ ഭാരം താങ്ങാൻ കഴിയുകയില്ലെന്ന് ശനിദേവൻ
മനസ്സിലാക്കുന്നു. താഴേക്ക് ഇറങ്ങുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. തൻ്റെ നിർബന്ധിതമായ 7.5 വർഷം പൂർത്തിയാക്കാതെ താഴെ ഇറങ്ങുവാൻ സമ്മതിക്കില്ല എന്ന് ഹനുമാൻ നിർബന്ധിക്കുന്നു. എന്നാൽ ഹനുമാന്റെ തലയിൽ തങ്ങിയ 7.5 മിനിറ്റ് എന്തായാലും 7.5 വർഷമായാണ് തനിക്ക് തോന്നുന്നത് എന്ന് ശനിദേവൻ മറുപടി പറയുന്നു. ശനി മോചനത്തിനായി അപേക്ഷിച്ചു. അങ്ങനെ അപേക്ഷിച്ചപ്പോൾ ശനി ഭഗവാന് ഹനുമാനിൽ നിന്ന് വിടുതൽ കിട്ടി. അന്നു മുതൽ ഹനുമാന്റെ ആരാധകർ ശനിയുടെ 7.5 വർഷം ഒഴിവാക്കാനാകാത്ത ദോഷഫലങ്ങൾ ഉള്ളവർ ഹനുമാനോടുള്ള യഥാർത്ഥ ഭക്തിയിലൂടെ അത് ശമിപ്പിക്കുമെന്ന് ഉറപ്പു നൽകുന്നു.